ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അമ്മ പോകാനായിട്ടുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയുടെ പെട്ടി പാക്കിങ് സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ ഈ വീഡിയോയിലായിരിക്കും അമ്മ പോകുന്നതൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ആഡ് ചെയ്യാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു, പിന്നെ വിചാരിച്ചു ലെങ്ത് കൂടി പോകും, അപ്പോൾ ബോർ അടിച്ചാലോ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് അമ്മ എന്തൊക്കെ എവിടെ നിന്ന് പെട്ടി കെട്ടി കൊണ്ടുപോകണമെന്ന് നോക്കാം അല്ലേ. ഓക്കെ, വീഡിയോയിലോട്ട് പോവാം. അമ്മയ്ക്ക് നെഞ്ചുവേദനയാണെന്ന് ഫ്ലൈറ്റിൽ ആദ്യമായിട്ട് കയറണോണ്ട്. മിക്കവാറും നാളെ വെളിയിൽ നിൽക്കാം, നമുക്ക് തിരിച്ചു വരും കേറിട്ട്. അല്ല, അവിടെ നിക്കണമെങ്കിൽ അവിടെ വണ്ടി പാർക്ക് പൈസ കൊടുക്കണം. നമ്മള് വന്നോളാടേ, നിങ്ങളൊക്കെ പോയാ മതി. അയ്യോ, നമ്മള് പുറകെ വരുന്നില്ലേ. അമ്മാമ്മയും കുഞ്ഞയുടെ മോളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കുക കേട്ടോ. ഞങ്ങളും കട്ടൻ കുടിച്ചിട്ടില്ല. ആക്ച്വലി ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു. പിന്നെ അമ്മ വന്നിട്ട്, അമ്മ ഒരു കല്യാണത്തിന് വരുന്നു. അപ്പോൾ ഒക്കെ വന്നിട്ട് കട്ടൻ ചായ ഇടാൻ വിചാരിച്ചു. അതുകൊണ്ട് ഇപ്പം അവരൊക്കെ കൂടെ വന്നിട്ട് നമുക്ക് എന്തായാലും ഒരുമിച്ച് കട്ടൻ ഉണ്ടാക്കാം. ഓക്കെ, ഇവിടെ ചായ ലവേഴ്സ് അല്ല കേട്ടോ, ഇവിടെ എല്ലാവരും കട്ടൻ ലവേഴ്സാണ്. സോ അതുകൊണ്ട് കട്ടൻ ചായയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെന്തത്? വേറൊന്നുമില്ല അമ്മ, ഞങ്ങളിവിടെ ബേക്കറി തുടങ്ങാൻ പോകുന്നു. അവലോസ് പൊടി, ചക്ക വറ്റൽ, ബനാന ചിപ്സ്, ഇത് തക്കാളി മുറുക്ക്, ഇതും ചക്ക വറ്റൽ, മാങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ, ഇത് സ്പെഷ്യൽ പപ്പായ. ഓക്കെ, ഇതൊക്കെ ഉണ്ട് ഗൈസ്. അപ്പൊ നമ്മളവിടെ അശ്വതി ബേക്കറി നമ്മളവിടെ തുടങ്ങുന്നത് എന്റെ പേരിലാണ്. എനിക്കായിരിക്കും എല്ലാ അവകാശവും. ശരി ശരി ശരി. ഓ, എനിക്കാണ് എല്ലാ അവകാശവും കേട്ടോ. പൈസ എനിക്ക് തന്നെ. ഇത് മാങ്ങാച്ചാറാണ്. ഓക്കെ, നമ്പർ 1. ഇത് ആക്ച്വലി നമുക്ക് അച്ഛനുള്ളതല്ല, നമ്മുടെ ചേട്ടൻ അവിടെ ഉണ്ട്, മാമിയുടെ മോൻ. അപ്പൊ ചേട്ടനുള്ളതാണ്. ഇത് ഈ ചമ്മന്തിപ്പൊടി, ഇതെന്താ അവലൂസ് പൊടി. വേണമെങ്കിൽ നമുക്ക് ഈ സൈഡിലോട്ട് പപ്പായ വെക്കാം, ഇല്ലെങ്കിൽ പപ്പായ ചിപ്സിന്റെ മുകളിലിരുന്ന് ചിപ്സ് ഫുൾ പൊടി പോകും കാഴ്ച. അപ്പൊ നമ്മൾ പപ്പായ വെച്ചു. പിന്നെ ഇനി നമുക്ക് ചിപ്സ് വെക്കാം. 2-3 ചിപ്സ് ഒക്കെ ഇവിടെ വെച്ചിട്ടൊക്കെ കൊടുത്താൽ ഇത്രയൊന്നും കൊണ്ടൊന്നും വേണ്ട. ഇനി എന്തൊക്കെ വരാനുള്ളത് നമുക്ക്. പെട്ടി കെട്ടി കഴിഞ്ഞിട്ട് വരണതൊന്നും തന്നു വിടുന്നതല്ല. പെട്ടി കെട്ടി കഴിഞ്ഞ് വരണതൊന്നും പെട്ടിയിൽ വെക്കുന്നതല്ല. ആ പട കുറച്ചേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അയ്യോ, ഓക്കെ. ഇത് വലിയ ചക്ക വെച്ചൽ, ഇതും ചേട്ടനുള്ളതാ, ഇതും അച്ഛനുള്ളതാ. പിന്നെ ഇത് അച്ചാറാ, നാരങ്ങ അച്ചാറ്. സൈഡിലോട്ട് വെക്കാം നമുക്ക്. ഇനി തക്കാളി ഒക്കെ. പിന്നെ ഇതൊരു എണ്ണ. എണ്ണ എടുക്ക്. എണ്ണ ഹെയർ ഓയിൽ ആണ്. നമ്മുടെ അനുവിന്റെ അമ്മ ഉണ്ടാക്കണാണ് കേട്ടോ. നമ്മുടെ അതായത് ഇന്ധന ഹെയർ ഓയിൽ നമ്മുടെ നവ്യയുടെ അമ്മ ഉണ്ടാക്കണാണ്. അപ്പൊ ഈ എണ്ണയാണ് ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പൊ അച്ഛനും പോകുമ്പോഴത്തേക്കൊക്കെ അച്ഛന് കൊടുത്തു വിടും. അപ്പോൾ ഇപ്രാവശ്യം അച്ഛന് അവിടെ തീരാറായി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് ഒരു ബോട്ടിൽ അതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ബാക്കി വാ ഒരു പെട്ടി നിറയെ ബോക്സ് റെഡി ആയി. ബേക്കറി ബോക്സ് റെഡി. അവിടെ ചെന്ന് ബിസിനസ് ചെയ്തിട്ട് വേണം നമുക്ക് എല്ലാവരും അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അമ്മയോട് ചാച്ചാ ബബേ വന്നിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ഞാനും ദൈവം ഒപ്പം ചപ്പാത്തിയും കിഴങ്ങറിയായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുവാണ്. എന്നിട്ട് ഞങ്ങൾ പെട്ടി പാക്ക് ചെയ്തിട്ട് അത് റാപ്പ് ചെയ്യാനായിട്ടിരുന്നു കേട്ടോ. സാധാരണ പെട്ടി പൊട്ടിക്കുന്നതാണ് ഞങ്ങളുടെ പണി. അച്ഛൻ വരുമ്പോഴത്തേക്ക് എപ്പോഴും പെട്ടി പൊട്ടിക്കുന്നതാണ് ഞങ്ങളുടെ പണി. ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ പെട്ടി ഇങ്ങനെ പാക്ക് ചെയ്ത് വിടുന്നത്. പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ കടന്നു വിട്ടത്. നമുക്ക് മോർണിംഗ് 4 മണിക്ക് പോകണമായിരുന്നു. അമ്മയ്ക്ക് 8:30 ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ പെട്ടിയെല്ലാം പാക്ക് ചെയ്തിട്ട് ഞാനും ദൈവം കൂടെ അമ്മ ഇങ്ങനെ വെറുതെ കുത്തുക, എങ്ങനെ ഞങ്ങൾ ഇട്ടിട്ട് പോകാൻ തോന്നുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് പാവം, വെറുതെ ഒരു രസം. അപ്പോൾ അങ്ങനെ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കടന്നു. ഓക്കെ ഗൈസ്, ഗുഡ് മോർണിംഗ്. പിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ട്. ഉറക്കൊക്കെ എണീറ്റ് ഇത് ഫ്രഷായി അമ്മയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഞാൻ കട്ടൻ ചായ ഇടാമെന്ന് വിചാരിച്ചിട്ടോ. കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് അമ്മ ചായ ഇട്ട് കുടിച്ചു. പിന്നെ ഞങ്ങൾക്ക് ചായയൊന്നും വേണ്ട, അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊരു കട്ടൻ ഉണ്ടാക്കുവാണ്. അപ്പോൾ കട്ടനൊക്കെ കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു.
ഞാൻ എടുക്കേണ്ടി വരുമോ? സ്നേഹപ്രകടനമൊക്കെ ആവട്ടെ. ഇല്ല ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് പോയാ ഒരു സ്നേഹപ്രകടനമില്ല, പെട്ടെന്ന് പോയാ മതി. ഹാപ്പി ജേർണി. ഞാൻ എടുക്കാം. കവറാണ് നമ്മൾ പോകുന്നത്. ഞാനൊരു കാറിൽ വാള വയ്ക്കും. അതൊരു കവറൊക്കെ ഭാവച്ചെ നോയിക്കോണോന്ന് പറയുന്നത്. നിന്റെ എന്റെ ഞാനെ നോക്കും. ഞാൻ നോക്കാം. വീടൊക്കെ അടയ്ക്കാൻ നമ്മൾ പോകുവാണ്. ഇവിടെ നെഞ്ചു വേദന. വണ്ടി നേരെ ആശുപത്രി വിട്ടിട്ട് ഫ്ലൈറ്റിൽ കയറാനുള്ള വീടാണ് ഗൈസേ. നമ്മളാക്കിട്ട് പോവാനാ. നമ്മളിവിടെ സേഫ് ആണ്. അമ്മ പോയി അടിച്ച് പൊളിച്ചിട്ട് വരൂ. യോ എന്താ ആശുപത്രി പോണോ? അല്ല ഇതൊന്നും ലഗേജ് എടുത്തില്ലല്ലോ. അവരല്ല ട്രോളി എടുക്കും. എന്ത് ദേവു ഇങ്ങനെ നിക്കണേ? പോസല്ല പറ, എന്തിങ്ങനെ നിക്കണ? എന്നിട്ട് വയറ്റിലൊരു പിടിയും കൂടെ. എന്നെ നാറ്റിക്കരുത് നിങ്ങൾ. എന്നെ ശരിയാവും. കേറി പോണൂല്ല അല്ലേ? ഒരുത്ത കൂടെ ഉണ്ട് കേട്ടാ, വീടിനപ്പുറത്തുള്ള. അവൻ അങ്ങോട്ടാണ്. അപ്പൊ വന്നിരുന്ന് ഇത്തിരി കയറ്റി വിട്ടിട്ട് പോയെങ്കിലും ചെയ്യായിരുന്നു. അമ്മയെ പറഞ്ഞു വിടാൻ തിടുക്കായി കണ്ടാ. വണ്ടിയുടെ ഇടയിലൊക്കെ പോകും. ഉറക്കം വരുന്നു വീട്ടിൽ ചെന്നേരം ഉറങ്ങായിരുന്നു. അമ്മ ഇപ്പം കരയില്ല എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേജിലാണ് നിന്നത്. പിന്നെ ഞാനും ദേവും ചില്ലായിട്ട് നിന്നത്. ഞങ്ങൾക്ക് സങ്കടം ഉണ്ടായിരുന്നെങ്കിൽ ആക്ച്വലി ഇതുവരെ അങ്ങനെ മാറി നിൽക്കുക, അല്ലെങ്കിൽ ഇത്രയും നാളിങ്ങനെ ഒരു 3 months അടുപ്പിച്ച് ഇത്രയും ഡ്യൂറേഷൻ ഇങ്ങനെ കാണാണ്ടിരിക്കുക, അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് നല്ല വിഷമമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ അമ്മയെ ഹാപ്പിയായിട്ട് അച്ഛൻ്റെ അടുത്തോട്ട് പോവില്ല. അപ്പോൾ അമ്മ ഹാപ്പി ആയിട്ട് പോവാം. നമ്മൾ കരഞ്ഞ് എന്തായാലും അമ്മ ഓഫ് കോഴ്സ് കരയും. അതുകൊണ്ട് ഞങ്ങൾ നല്ല ചില്ലാക്കിയാണ് വിട്ടത്. അതുകൊണ്ട് എന്തായാലും ഇങ്ങനെ കരഞ്ഞ് സീനാക്കിയില്ല. ജസ്റ്റ് സങ്കടമൊക്കെ വന്നെങ്കിൽ ഞങ്ങൾ ചിൽ കൂൾ എന്നൊക്കെ പറഞ്ഞങ്ങ് വിട്ടു. അപ്പോൾ അമ്മൻ്റെ അവിടെ ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യുവാണ്. അത്യാവശ്യം ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ ഗായ്സ്, അമ്മ അങ്ങനെ ഈ അച്ഛൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഞങ്ങൾ നേരെ വീട്ടിലോട്ടും പോയി. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.